നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. പഞ്ചാബ് കിങ്സിന് അവസാനം ജയിക്കാൻ വേണ്ടത് 3 റൺസ്, ശ്രേയസ് അയ്യർക്ക് സെഞ്ചുറി നേടാൻ വേണ്ടത് 5 റൺസ്. കിടിലൻ സിക്സറിലൂടെ രണ്ടും അദ്ദേഹം ഒരുമിച്ചങ്ങ് സാധിച്ചെടുത്തപ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചു. യെസ്, 6 കളികൾ തുടർച്ചയായി പൊട്ടിയതിനു ശേഷം PBKs വിജയ വഴിയിൽ തിരിച്ചെത്തി. അതോടൊപ്പം മാത്തമാറ്റിക്കലി എന്തെങ്കിലും ചെറിയ സാധ്യത പ്ലേ ഓഫിന് DC ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് തീർത്തു കൊടുത്തു. DC എലിമിനേറ്റഡ്, ഒഫീഷ്യലി എലിമിനേറ്റഡ്. ഇനി PBKസിന് മുന്നോട്ട് പോകാൻ മുംബൈ ഇന്ത്യൻസ് കനിയണം. രാജസ്ഥാൻ റോയൽസിന് നാളെ മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും കയറാൻ പറ്റും PBKസിന്. KKR അവരുടെ മത്സരം ജയിച്ചാലോ എന്ന് ചിലർ ചോദിച്ചേക്കാം. പക്ഷേ മികച്ച നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കയറും അപ്പോഴും PBKs. സോ രാജസ്ഥാൻ്റെ തോൽവി, അതാണ് ഇനി PBKസിന് വേണ്ടത്. ഏതായാലും ഇതൊരു കിടിലൻ ചേസിങ് തന്നെയാണ്. ശ്രേയസ് അയ്യരുടെ സെഞ്ചുറി കണ്ട മത്സരം. 51 പന്തുകളിൽ നിന്ന് 11 ഫോറും 5 സിക്സറും അടക്കം അദ്ദേഹം 101 റൺസാണ് അടിച്ചെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത LSG നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് 196 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 18 ഓവറുകളിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസിലേക്ക് കുതിച്ചെത്തി PBKs. 12 പന്തുകൾ അവശേഷിക്കെ വിജയത്തിലേക്കെത്തി. LSGയുടെ ഭാഗത്ത് ഒരിക്കൽ കൂടി ജോഷ് ഇംഗ്ലീഷ് തകർപ്പൻ പ്രകടനം. പക്ഷെ മറുഭാഗത്ത് കുൽക്കർണി, ഡക്ക്, നിക്കോളാസ് പൂറൻ 2 അങ്ങനെ പോയി മറുഭാഗത്തുള്ള ബാറ്റർമാരുടെ പ്രകടനം. എന്നാൽ ബദോനി 18 പന്തുകളിൽ 5 ഫോറും 3 സിക്സും അടക്കം 43 റൺസിൻ്റെ കിടിലൻ ഒരു ഇന്നിങ്സ് കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 22 പന്തുകളിൽ നിന്ന് 26 റൺസ് അടിച്ചു. ഇംഗ്ലീഷ് 44 പന്തുകളിൽ നിന്ന് 9 ഫോറും 2 സിക്സും അടക്കം 72 റൺസിൻ്റെ മികച്ചൊരു ഇന്നിങ്സ് കളിച്ചു. അതേസമയം സമദ് മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്തു. 20 പന്തുകളിൽ നിന്ന് 3 ഫോറും 3 സിക്സും അടക്കം അദ്ദേഹം 37 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. ഏതായാലും മറുപടി ബാറ്റിങ്ങിൽ PBKസിന് തുടക്കം പിഴച്ചു. പ്രിയാൻ ഷാരി, ഗോൾഡൻ ഡക്ക്, മുഹമ്മദ് ഷമിയുടെ പന്തിൽ അർജുൻ ടെണ്ടുൽക്കർ പിടിച്ച് മടങ്ങുകയായിരുന്നു. എന്നാൽ കൂപ്പർ കനോലിയും പ്രഭ്സിമ്രാൻ സിംഗും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. 10 പന്തുകളിൽ നിന്ന് 18 റൺസ് അടിച്ച കൂപ്പർ കനോലിയെ മുഹമ്മദ് ഷമി ബൗൾഡാക്കുകയായിരുന്നു. എന്നാൽ പ്രഭ്സിമ്രാൻ സിംഗ് മികച്ച രൂപത്തിൽ തന്നെ ബാറ്റ് ചെയ്തി. ശ്രേയസ് അയ്യരും പ്രഭ്സിമ്രാനും ചേർന്നുകൊണ്ട് ടീമിനെ വിജയത്തോട് അടുപ്പിക്കുന്ന കാഴ്ച. 15ാമത്തെ ഓവറിൽ അർജുൻ ടെണ്ടുൽക്കറുടെ പന്തിൽ പ്രഭ്സിമ്രാൻ സിംഗ് മടങ്ങുമ്പോഴേക്കും 162 റൺസിലേക്ക് അവരുടെ ടീം എത്തിക്കഴിഞ്ഞിരുന്നു. അർജുൻ്റെ പന്തിൽ LBW ആയിട്ടാണ് പ്രഭ്സിമ്രാൻ മടങ്ങിയത്. 39 പന്തുകളിൽ 7 ഫോറും 2 സിക്സും അടക്കം അദ്ദേഹം 69 റൺസാണ് അടിച്ചത്. പിന്നെ ഷെഡ്ഗയെ ഒരു ഭാഗത്ത് നിർത്തി അയ്യർ കളിയങ്ങ് ഫിനിഷ് ചെയ്തു. അയ്യർ 51 പന്തുകൾ 11 ഫോറും 5 സിക്സും അടക്കം 101 റൺസ് നോട്ട് ഔട്ട്. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. വിജയിക്കാൻ വേണ്ടത് 3 റൺസ്, അയ്യർക്ക് സെഞ്ചുറി അടിക്കാൻ വേണ്ടത് 5 റൺസ്. എന്ത് സംഭവിക്കുമെന്ന ഉദ്യോഗത്തിലാണ് എല്ലാവരും ഇരുന്നത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വക സിക്സർ അങ്ങ് പിറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.